നിന്റെ ഒരു മണി ചെയിനുകാരൻ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വഴിയില്ല. നീ പറഞ്ഞിട്ടല്ലടാ ഞാൻ എന്റെ ആങ്ങളെ ചേർത്തി, എന്റെ അനിയത്തിനെ ചേർത്തി, ചേച്ചിനെ ചേർത്തി, എന്റെ മോളെ ചേർത്തി, ആരിനെല്ലാം ഞാൻ ചേർത്തി. ഇപ്പൊ എനിക്ക് തല നിവർത്തി നടക്കാൻ കഴിയില്ല. എന്തൊക്കെയാ പറച്ചില്, ഒരു കൊമ്പ് അവിടെ നിന്ന് വരുന്നു, ഒരു കൊമ്പ് ഇവിടെ നിന്ന് വരുന്നു, ഒരു കൊമ്പ് ഇവിടെ നിന്ന് വരുന്നു, പണം കഴിക്കുന്ന മരം എന്റെ മേലെ കൂടെ വീഴുന്നു. ഇപ്പൊ എവിടെയാണ് നിന്റെ പണവും മണി ചെയിനൊക്കെ? അമ്മ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ആ കൊമ്പ് നീ കൊമ്പെന്നൊക്കെ ഒരുപാട് കിട്ടിയത് കൊണ്ടല്ലേ അമ്മ അനിയത്തിനും ചേച്ചിനൊക്കെ ചേർത്തത്. അവർക്ക് കുറച്ചെങ്കിലും കിട്ടിയില്ലേ? അപ്പൊ എന്റെ കാര്യം ആലോചിച്ച് നോക്കി. ഞാൻ എന്റെ ഫ്രണ്ട്സിന് ചേർത്തി, കൊളീഗ്സിന് ചേർത്തി, അവരുടെ ഫാമിലി ചേർത്തി. ഇവിടത്തെ കാര്യം പോട്ടെ, അറിയാം ഒളിഞ്ഞും പാത്ത് പുറത്തിറങ്ങാണ്ട് നടക്കാം. പക്ഷെ ഓഫീസിൽ പോകണം, ജോലി ചെയ്യണ്ടേ? ഞാൻ എന്താക്കും? നീ എന്താക്കണം എന്നോടാ ചോദിക്കുന്നത്? എന്തൊക്കെയായിരുന്നു പറയുന്നത്? അമ്മ ഒറ്റ രാത്രിയോട് ഞാൻ കോടീശ്വരനാകും, അമ്മ കോടീശ്വരന്റെ അമ്മയാകും, ബെൻസിൽ പോവുക, BMW പോവുക, അങ്ങനെയൊക്കെയുള്ള മോഹം കൊണ്ടല്ലോ ഞാൻ എല്ലാവരെയും ചേർത്തിയത്. അല്ല നിങ്ങൾ പൊളിഞ്ഞു കൊണ്ടാണ് ആരെയും ചേർത്തോ? ഇനി പോയതിനെ പറ്റി കൊണകൊണ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അടുത്ത സ്റ്റെപ്പ് അടിച്ച് മുട്ടുകൾ തല്ലി കൊടുക്കും ഞാൻ. നീ പണിയെടുത്ത് തന്ന പൈസയാണെങ്കിൽ പോട്ടെ പറയാ. എന്റെ സുധേട്ടൻ കൊയിലാണ്ടി പോയിട്ട് മെഷീൻ അടിച്ചുണ്ടാക്കിയ പൈസയാണ്ട ഞാൻ എനിക്ക് മുഴുവൻ തന്നത്. ഇനി അങ്ങനെ കൊണ്ട് ഞാൻ എന്ത് പറയും? അന്നേ പറഞ്ഞു വനജേ, ചെക്കന് വിവരമില്ല, നീ അതിൽ പോയി പെടണ്ടാന്ന്. എന്റെ അതിമോഹം കൊണ്ട് ഞാൻ പെട്ടുപോയി. നിനക്ക് ഇത്രയും വിവരമില്ല, ഞാൻ ഇപ്പോഴല്ലടാ മോനെ അറിയുന്നത്. ഇനി എന്ത് ചെയ്യും ഞാൻ? അമ്മ എന്റെ ബുദ്ധിനെ കുറിച്ച് വല്ലതും പറഞ്ഞേ. ഞാൻ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞത്. അപ്പൊ അമ്മയല്ലേ പറഞ്ഞു കിട്ടുമ്പോ ഒരുപാട് കിട്ടിക്കോട്ടെ പറഞ്ഞിട്ട്. അപ്പൊ ആ അച്ഛന്റെ എല്ലാ പൈസയും കൊണ്ട് കിട്ടത് എന്തായിരുന്നു തുടങ്ങുന്ന മുമ്പ് തന്നെ? അല്ല ഇതിന്റെ മുന്നിൽ കൂടെ BMW ഓടിയിലൊക്കെ പോകണം പറഞ്ഞിട്ട്. എന്തായാലും പറ്റിയത് പറ്റി. ഇനി എന്തെങ്കിലും മുന്നോട്ട് ദൈവം ഒരു വഴി കാണിച്ചു തരും അമ്മേ. സത്യം, ആരോ ബെല്ലടിച്ചു, ഞാൻ പോയി നോക്കിട്ടില്ല. ദൈവമേ, ഞാൻ പൈസ കൊടുക്കലേ മുത്ത് കൗണ്ടർ ആയിരിക്കോ? എന്റെ എട്ടും കൂട്ടുന്ന ചെക്കനായ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റണ്ടായില്ല. ആരാ? ഒരു ബിസിനസിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു. ബിസിനസ്സോ? ഓ, മുത്ത് കൗണ്ടർ അല്ലേ? എന്ത് ബിസിനസ്സാ മോളെ? അത് മാഡം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്ട്. ഞാൻ അകത്ത് വന്നോട്ടെ? അതിനെന്താ മോളെ, വാ അകത്ത് കയറി ഇരിക്കുവാ. മാരുടെ അവിടെ നിന്ന് ഒരു ബിസിനസ്സുകാരെ സംസാരിക്കാൻ വഴി വന്ന് നിൽക്കുന്നു. മോളിരിക്കേ. ആക്ച്വലി മാഡം, നമ്മുടെ AM കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിലേ ഇത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. ഇതിനിപ്പോ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പറയുകയാണെങ്കിൽ 2001 ബെസ്റ്റ് കമ്പനിക്കുള്ള അവാർഡും 2007 ബെസ്റ്റ് ഓണർഷിപ്പ്. മോളെ, അവാർഡൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് ബിസിനസ് എന്താന്ന് പറയേ. അതിപ്പോ മാഡം എനിക്കൊരു ചോക്ക് കിട്ടോ? അങ്ങനെയാണെങ്കിലേ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. മോനെ, ചോക്ക് എടുത്തു കൊടുക്ക്. അമ്മേ മോളെ ഒരു മിനിറ്റ് കേട്ടാ. എന്താടാ അമ്മ എന്താ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത്? അല്ലെങ്കിൽ ഒരു ബിസിനസ് പൊട്ടി വന്നിട്ട് ഉള്ള കുറ്റം മുഴുവൻ എനിക്ക് പറയുന്നത് ഇപ്പൊ വീണ്ടും ബിസിനസ്സാ? ആ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ? ഗവൺമെന്റ് അംഗീകരിച്ച കമ്പനിയാണ്. 2001 അവാർഡ് കിട്ടി, 2008 അവാർഡ് കിട്ടിയിട്ടുള്ള വലിയ ബിസിനസ്സാ. പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാ. വേണം തുടങ്ങാൻ നോക്ക്. നീ ചോക്കെടുക്ക്. ഉള്ളത് തന്നെ ആയിരിക്കും. ചോക്കെടുക്ക്. ഈ ചെക്കൻ വന്നില്ലേ? ചോക്ക് താഴെ. എന്നാ മോളെ, എന്തെങ്കിലും വരയ്ക്കാണ്ടെങ്കിൽ നീ അങ്ങ് വരച്ച് കാണിക്കേ, ഞാനൊന്ന് കാണട്ടെ എന്താന്ന് അറിയാലോ. വരയ്ക്കുന്നതിന് മുമ്പേ ഞാൻ എന്നെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തണം മാഡത്തിന്. എന്റെ പേര് സന്ധ്യ. ഞാൻ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഒരു ലോ ക്ലാസ് ഫാമിലി. മഴ പെയ്ത ചോർന്നൊലിക്കുന്ന വീട്. ആ സമയത്താണ് AM കമ്പനി എന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം വെച്ചടി കയറ്റുമായിരുന്നു. ഈ ജോയിൻ ചെയ്തതിന് 2 വർഷത്തിന് ശേഷമേ 2 തട്ട് വീട്, 2 ഡോവർമാൻ. ഓട്ടോറിക്ഷയ്ക്ക് പോലും പൈസ ഇല്ലാതിരുന്ന ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് എന്റെ സ്വന്തം കാറിലെ വിത്ത് ഡ്രൈവർ. ഇവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടേ ഡ്രൈവർ പുറത്ത് പാർക്ക് ചെയ്യാൻ പോയിരിക്കുക. അപ്പൊ എനിക്ക് കിട്ടിയ ഈ ഭാഗ്യം നിങ്ങളിലേക്കും കൂടി എത്തിക്കാനാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. എന്റെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് ഓരോ ടാക്സ് കഴിച്ചിട്ട് 1,75,000 ഓൺലി. 1,75,000 ഓൺലിയോ? മാഡം, അതെങ്ങനെയാണെന്ന് വിശദീകരിച്ചു തരുമോ? സിമ്പിൾ. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ AM കമ്പനി.
ഇപ്പൊ നിങ്ങൾ 10,000 കൊടുത്ത് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അപ്പൊ 20,000 കൊടുത്താലേ മോളെ കുറച്ചുകൂടി മേലെ എത്തില്ലേ? 20,000 അല്ല 50,000 കൊടുത്തതാ ഇവിടെ എത്തുന്ന ഒരു ഏർപ്പാടുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട, നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങാൻ വേണ്ട. അപ്പൊ നിങ്ങൾ ഇവിടെ 10,000 കൊടുത്ത് ജോയിൻ ചെയ്യണം. നിങ്ങളിപ്പോ 2 ആൾക്കാരെ ഇവിടുന്ന് ചേർത്തുന്നു, എ ബി. അപ്പൊ തന്നെ എന്തായി, നിങ്ങൾക്കൊരു കമ്മീഷൻ കിട്ടി. ഇനി ഈ ബി 2 ആൾക്കാരെ ചേർത്തിന്ന് വെക്കുക. ആ 2 ആൾക്കാരുടെ കമ്മീഷൻ നേരെ വരുന്നത് എങ്ങോട്ടാ? നിങ്ങളുടെ ഈ പോക്കറ്റിലോട്ട്. ഇനി ഈ ബി 2-3 ആൾക്കാരെ ചേർത്തി, ഇയാളും ചേർത്തി. ഇനി ഏതാ ഒരു 5 ആൾക്കാരെ ചേർത്തി. അപ്പൊ ഇവരുടെ 1, 2, 3, 4, 5, 6 ഇത്രയും കമ്മീഷൻ എങ്ങോട്ടാ വരുന്നത്? നേരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. അപ്പൊ ഞങ്ങൾക്ക് എത്ര പൈസ ഉണ്ടാവും മോളെ? ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മാസം 4 ലക്ഷം എന്തായാലും ഉണ്ടാവും. പാൻ കാർഡ് ഉണ്ടോ? പാൻ കാർഡ് എടുക്കാലോ മോളെ, 2-3 വേണമെങ്കിൽ എടുക്കാം. പാൻ കാർഡ് ഉണ്ടെങ്കിൽ അക്കൗണ്ടിലേക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് വരുള്ളൂ. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ എവിടെ പറഞ്ഞു നിർത്തത്? 4 ലക്ഷം. 4 ലക്ഷം. 4 ലക്ഷം. പാൻ കാർഡ്. ഇതാണ് മാഡം. അപ്പൊ നമ്മളിതാ ഇവിടെ കുറെ ആൾക്കാരെ ഇങ്ങനെ ചേർക്കുന്നു. ഈ ബി ഇങ്ങനെ കുറെ ആൾക്കാരെ ചേർത്തി. അപ്പൊ ഇവരുടെ എല്ലാ കമ്മീഷൻ എവിടെ എത്തുന്നത്? നേരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. മനസ്സിലായില്ലേ? വെള്ളമാ ഈ ലക്ഷങ്ങളുടെ കച്ചവടം ചെയ്യാൻ നമ്മൾ വെള്ളം കുടിച്ച് ശരിയാവില്ല. മോനെ കുറച്ച് ബൂസ്റ്റ് കളിക്കിട്ട് വാ. ഞാൻ ഇപ്പൊ എടുക്കമ്മേ. തൽക്കാലം വെള്ളം മതി. ഓക്കെ. എടാ മോനെ, നീ പൈസ അയച്ചാ? ഞാൻ അത് അയച്ചിട്ടില്ല, ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നത്. അതെന്റെ ബോസിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുക. അതിലൊരു അപ്രൂവൽ മെസ്സേജ് എനിക്ക് വരും. അപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. പിന്നെ 2 ഫോം ഉണ്ടാവും, അത് തെറ്റാന്നൊന്ന് ഫില്ല് ചെയ്ത് അയച്ചു തരണേ. ആയിക്കോട്ടെ മോളെ, അത് അയച്ചെടുക്കാനും മോനെ. എന്നാ ശരി, വരുന്നേ. അല്ല മോളെ, കാർ ഇങ്ങോട്ട് വരാൻ പറ. എന്ത് അതുവരെ നടക്കുന്നത്? ഇവിടെ കേറാലോ. അതെ, ഇവിടെ വന്ന് തിരിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അവിടെ സെക്യൂരിറ്റിന്റെ അവിടെ ഉണ്ട്, ഞാൻ നടന്നോളാം. എന്നാ പിന്നെ ആയിക്കോട്ടെ. ജയം ജയം ജയം. ശരി ശരി. അല്ലമ്മേ, ഒരാൾക്ക് ചേർന്നാ പോരാനോ? സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20,000 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? മോനെ, നിനക്ക് അറിയാണ്ട, പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോ ഉണ്ടാക്കണം. എനിക്ക് കുടുംബത്തിലെ കുറെ ആൾക്കാർ ചേർത്താൻ, ഈ കോളനിയിൽ ഇനിയും കുറെ ആൾക്കാർ ചേർത്താനുണ്ട്. അവരെല്ലാവരും ചേർത്തു. നീ അതുപോലെ അവിടുത്തെ എല്ലാവരും ചേർത്ത് ടൗണിലെ ആ പൈസ എത്ര വരുന്ന ആൾ കൂടി? എനിക്ക് 2 ലക്ഷം, എനിക്ക് 2 ലക്ഷം, 4 ലക്ഷം രൂപ മാസം വന്നു. എന്നിട്ട് വേണം എന്റെ സുധാട്ടിന്റെ കൊയിലാണ്ട് ടൈലർ ഷോപ്പ് മാറ്റ് കോഴിക്കോട് ടൗണിൽ വലിയ തുണിക്കട വെക്കാൻ. ജയം ജയം. നടക്കണം മോനെ. എന്റെ അമ്മ എന്തിനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ 2 ക്ലയന്റിനെ പിടിക്കാൻ പോയതായിരുന്നു. രാത്രിക്ക് കറിയൊന്നും ഇല്ലെങ്കിലേ വല്ല ചമ്മന്തി അരച്ചാ മതി. ആ മത്തി വാങ്ങിക്കാനുള്ള പൈസ ഒന്നും എന്റെ അടുത്തില്ല. ഇപ്പൊ തന്നെ ബസ് പോയിട്ടുണ്ടാകും അവിടേക്കുള്ളത്. ആ കൂടെ 50 രൂപയെ കയ്യിലുള്ളൂ. അവിടേക്ക് ഓട്ടോറിക്ഷ പിടിച്ച് വരണമെങ്കിലേ മിനിമം 35 രൂപയെങ്കിലും ആകും. ആ ശരി ശരി. സന്ധ്യ 5 വരെ ചേർത്തിട്ടുണ്ട്. രാഹുല് 3, മഹേഷ് 4, പിന്നെ ആ പ്രകാശ് അവന് 8 വരെ ചേർത്തിട്ടുണ്ട്. എനിക്കിന്ന് മൊത്തത്തില് ഏകദേശം 5 ലക്ഷം രൂപയോളം ക്രെഡിറ്റ് ആയിട്ടുണ്ട് അക്കൗണ്ടിലേക്ക്. നിനക്കോ? എനിക്കും ഏകദേശം അത്ര തന്നെ വന്നിട്ടുണ്ട്. ആണ്. അല്ല, നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തിയാലോ? എന്തിന്? പോലീസ് പിടിക്കാൻ ചെറുതായിട്ടൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ പോലീസ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് ജാമ്യത്തിൽ ഇറങ്ങണം. എന്നിട്ട് ഇതേ കമ്പനി വേറെ പേരിലും കൂടെ ഇറക്കണം. അത് ശരിയാ. എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്തതുപോലത്തെ മണ്ടന്മാരുള്ളിടത്തോളം കാലേ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ജീവിക്കാം. അത് ശരിയാ.